ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഇതുപോലെ ഒരു നെയ്മറിന്റെ ജേഴ്സി ഉണ്ടാക്കിയെടുത്താലോ. ഇപ്പോൾ നമ്മളെ വേൾഡ് കപ്പ് ഒക്കെ അല്ലേ, അപ്പോൾ ഈ ഒരു ജേഴ്സി നമ്മൾ ഉണ്ടാക്കിയില്ലെങ്കിൽ ഭയങ്കര നഷ്ടമല്ലേ നമുക്ക്. അപ്പോൾ ഇതുപോലെ ഒരു ജേഴ്സി ഉണ്ടാക്കി നിങ്ങൾ ഫ്രണ്ട്സിലും ആർക്കാണ് ഈ നെയ്മറിന് ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതെങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ജേഴ്സി ഉണ്ടാക്കാനായിട്ട് യെല്ലോ യാണും ഗ്രീൻ കളർ യാണും ആണ് യൂസ് ചെയ്യുന്നത്. 4 പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. 2.5 mm ഹുക്ക് സെറ്റും ഒരു സ്റ്റിച്ച് മാർക്കേഴ്സും ഒരു സിസേഴ്സും ആണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. ഫസ്റ്റ് നമുക്കൊരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് 12 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. യാണോ ചെയ്യുക, കുഞ്ഞുമുകളിലേക്ക് വലിക്കുക. 1 2 3 4 5 6 7 8 9 10 11 12 12 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നേരെ പിടിച്ചിട്ട് ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. തിരിയാതെ ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ചെയ്ത ചെയിൻ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്യുക. ഈ നമ്മൾ ഈ ഒരു 12 സ്റ്റിച്ചിലും 2 വീതം ചെയ്തിട്ട് 24 ഈ ചെയിൻ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തിട്ട് 24 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. യാണോ ചെയ്യുക, ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കതിലൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സെയിം തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റിച്ചിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിലും നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. ഫോർത്ത് ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സിക്സ്ത് വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിലും 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ ഇതാ നമ്മൾ 12 ചെയിനിൽ 2 വീതം ചെയ്ത് ഇവിടെ നമ്മൾ 24 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്ത് ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കതിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 5 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി 1 ചെയ്തു. സെക്കൻഡ് വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോൾ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. ഫിഫ്ത്ത് വണ്ണിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 5 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ്. 6ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 6ാമത്തെ സ്റ്റിച്ചാണ്. 1 ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ 6ാമത്തതിൽ ഒന്ന് തന്നെ 2 ചെയ്തു. വീണ്ടും ഇനി നമ്മൾ അടുത്ത ഫസ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫോർത്ത് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഫിഫ്ത്ത് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ. ഇനി നമ്മൾ സിക്സ്ത് വണ്ണിൽ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 ചെയ്തു. സിക്സ്ത് വണ്ണിൽ മാത്രമാണ് ഒന്ന് തന്നെ 2 ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്ത 5 ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് വണ്ണിൽ 1 ചെയ്യുക.
സെക്കൻഡ് വണ്ണിൽ ഒന്ന് ചെയ്യുക, തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഫോർത്ത് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഫിഫ്ത്ത് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക, സിക്സ്ത് വണ്ണിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, ഒന്ന് ചെയ്തു, സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. ഇതുവരെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഒരു പ്രാവശ്യം കൂടി ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മൾ ഇവിടുന്ന് ഒരു പ്രാവശ്യം കൂടി 5 എണ്ണത്തിൽ സിംഗിൾ ക്രോഷ്യ ചെയ്തു, 6ാമത്തേൽ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. ഇനി നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആണോ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. വീണ്ടും നമ്മൾ ചെയിൻ 1 ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ 2 ലൂപ്പ് കിട്ടും. ആണോ ചെയ്ത് 2 ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും നമുക്കതിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ തേർഡ് റൗണ്ടാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ 12 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, 1, സെക്കൻഡ് വണ്ണിലും 2, തേർഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, 3, ഫോർത്ത് വണ്ണിൽ 4, ഫിഫ്ത്ത് വണ്ണിലും 5, സിക്സ്ത് വണ്ണിൽ 6, സെവൻത്ത് വണ്ണിൽ 7, 8, 9, 10, 11, 12. ഇവിടെ നമ്മളിങ്ങനെ 12 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിൻ, നമ്മൾ 13ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 13ാമത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തു, സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്തു. അപ്പോൾ 13ാമത്തേൽ നമ്മൾ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്തു. ഇനി 14ാമത്തേലും നമ്മൾ ഒന്ന് തന്നെ 2 സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. 14ാമത്തേലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, സെയിം സ്പേസിൽ തന്നെ 2 എണ്ണം ചെയ്തു. ഇവിടെ നമ്മൾ 2 സ്റ്റിച്ചിൽ 13ാമത്തെ സ്റ്റിച്ചും 14ാമത്തെ സ്റ്റിച്ചും ഇൻക്രീസിങ് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് 12 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കിവിടെ 2 സ്റ്റിച്ച് ബാലൻസ് ഉണ്ട്. ഈ 2 സ്റ്റിച്ചിലും നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 13ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യും. 14ാമത്തെ സ്റ്റിച്ചിലും നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 32 സ്റ്റിച്ചാണ് കിട്ടുക. നമ്മൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 28 സ്റ്റിച്ചാണ് കിട്ടുക. അത് പറയാൻ നേരത്തെ മറന്നുപോയി. അപ്പോൾ ഈ റൗണ്ട് തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 32 സ്റ്റിച്ച് കിട്ടും. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഞങ്ങൾ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിനെ ഈ ലൂപ്പിനുള്ളിലൂടെ പുറത്തേക്ക് എടുക്കാം. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്തു. വീണ്ടും ചെയിൻ 1 ചെയ്യുക, സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി നമ്മൾ ഈ റൗണ്ടിൽ 12 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസിങ് എന്നുള്ള പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. 1, സെക്കൻഡ് വണ്ണിൽ 2, 3, 4,
5 6 7 8 9 10 11 12. നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ 12 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. അടുത്ത ചെയിനിൽ 13ാമത്തെ ചെയിനിൽ ഒരു ഇൻക്രീസിങ് ചെയ്യുക. 1 സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. 13ാമത്തെ ചെയിനിൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 സെക്കൻഡ് ചെയിനിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുന്നത് ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ 2 1 സെയിം സ്പേസിൽ തന്നെ 2. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 12 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, ഒരു ഇൻക്രീസിങ് ചെയ്തു. പിന്നെ അടുത്ത 2 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, വീണ്ടും നമ്മളൊരു ഇൻക്രീസിങ് ചെയ്തു. ഈ സെയിം പാറ്റേൺ തന്നെ ഇനി നമുക്ക് ഇവിടുന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. 12 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. 12 ചെയിനിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ 13ാമത്തെ ചെയിനിന് ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ചെയിനിൽ തന്നെ നമ്മൾ 2 സ്റ്റിച്ച് ചെയ്യാണ്. ഒന്ന് തന്നെ ഒന്നും കൂടി ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതിൽ 13ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ 2 എണ്ണം ചെയ്തു. ഇനി നമ്മൾ അടുത്ത 2 സ്റ്റിച്ചിലും 1 1 ചെയ്ത് കൊടുക്കുക. ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യുക. സെക്കൻഡ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത ലാസ്റ്റ് സ്റ്റിച്ചാണ്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 2. അപ്പോൾ ഈ 4ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 36 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. ഓരോ റൗണ്ടും നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് തന്നെ ചെയ്ത് നോക്കണേ. ഇനി സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ ഇട്ട ആ സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമുക്ക് വീണ്ടും നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ 4th റൗണ്ടിൽ നമുക്ക് 36 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് കിട്ടുക. 5th റൗണ്ടിൽ നമ്മൾ ആദ്യം 12 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ ഓൾറെഡി ചെയ്തു. 2 3 4 5 6 7 8 9 10 11 12. 12 സ്റ്റിച്ചിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത 13ാമത്തെ സ്റ്റിച്ചിൽ ഇൻക്രീസിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 13ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെയ്തു. സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത 4 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ ഒരു സിംഗിൾ ക്രോഷ്യ, സെക്കൻഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷ്യ,
തേർഡ് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ, ഫോർത്ത് വണ്ണിലും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മൾ അടുത്തതിൽ ഇൻക്രീസിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഫിഫ്ത്ത് വണ്ണിൽ ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 സെയിം സ്പേസിൽ തന്നെ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം. ഇനി നമ്മൾ ഇവിടുന്ന് 12 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. ഈ സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 12 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യുക. 2 3 4 5 6 7 8 9 10 11 12. ഇനി അടുത്ത 13ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക. 13ാമത്തെ സ്റ്റിച്ചിൽ ഇൻസേർട്ട് ചെയ്യുക. ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4. അടുത്ത 4 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഇൻക്രീസിങ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റെപ്പ് എഴുതി വെച്ച് ചെയ്യണം കേട്ടോ. അപ്പോഴേ നമുക്ക് ആ കറക്റ്റ് പാറ്റേൺ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു 5th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 40 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ഇനി നമ്മൾ 6th റൗണ്ട് ചെയ്യാനായിട്ട് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. സെയിം സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും അതിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെക്കാം. ഇനി നമ്മളിതിൽ 12 സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 12 സിംഗിൾ ക്രോഷേ ചെയ്യാൻ 1 ചെയ്തു. സെക്കൻഡ് വണ്ണിൽ സിംഗിൾ ക്രോഷേ ചെയ്യുക. 2 3 4 5 6 7 8 9 10 11 12. നമ്മൾ 12 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ 13ാമത്തെ സ്റ്റിച്ച് നമ്മൾ ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്ത് കൊടുക്കുക. 13ാമത്തെ സ്റ്റിച്ചിനെ നമ്മൾ ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. ചെയ്തു. ഇനി നമ്മൾ അടുത്ത 6 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. 1 സെക്കൻഡ് വണ്ണിലും 2 തേർഡ് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 3 ഫോർത്ത് വണ്ണിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 4 ഫിഫ്ത്ത് വണ്ണിൽ 5 സിക്സ്ത് വണ്ണിൽ 6. അങ്ങനെ നമ്മൾ 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ അതിനെ ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12. 12 സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. 13ാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക. 13ാമത്തെ സ്റ്റിച്ച് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 6 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യുക.
1 2 3 4 5 6. ഇനി നമ്മൾ ലാസ്റ്റ് ചെയിനാണ്. ഈ ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒന്ന് തന്നെ 2 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക, ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 44 സ്റ്റിച്ചാണ് കിട്ടുക. നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട്, ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാണോർ ചെയ്യുക, ഹുക്കിന് മുകളിലേക്ക് വലിച്ചിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയിൻ 1 ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ 7ാമത്തെ റൗണ്ടിൽ നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് സ്റ്റിച്ചസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം 12 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെ ചെയ്യണം. അത് നമ്മൾ 1 ചെയ്തു, സെക്കൻഡ് 1ൽ 2 3 4 5 6 7 8 9 10 11 12. 12 ചെയിനിൽ നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഇവിടുന്ന് 10 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടുന്ന് 1 2 3 4 5 6 7 8 9 10 10 സ്കിപ്പ് ചെയ്തിട്ട് 11ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 10 ചെയിൻ സ്കിപ്പ് ചെയ്യുക, 11ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം കിട്ടും കേട്ടോ. ഇനി നമ്മൾ വീണ്ടും 12 ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10 11 12. നമ്മൾ ഇവിടുന്ന് 10 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. 11ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള അവിടെയാണ് 11ാമത്തെ ചെയിൻ വരിക. അപ്പോൾ ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി നമുക്കവിടെ ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്കിങ്ങനെ നമ്മളെ ഇത് ഹെഡിൻ്റെ ആ ഒരു ഭാഗം, ഇത് ഫസ്റ്റ് സ്ലീവ്, ഇതതുപോലെ സെക്കൻഡ് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇതാ ബോഡീൻ്റെ പാർട്ടും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടുന്ന് ചെയിൻ 1 ചെയ്യാം. സിംഗിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6. അങ്ങനെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചെയ്യുക. നമ്മളിതാ ഈ ഒരു സ്ലീവിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഇതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക കേട്ടോ, ഈ ഒരു ഭാഗത്ത്. പിന്നെ ബാക്കി എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ തന്നെ ചെയ്ത് കൊടുക്കുക. 14
15, 16. റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 24 സ്റ്റിച്ചാണ് കിട്ടുക. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഈ റൗണ്ട് ഇങ്ങനെ നമുക്കൊരു കുറച്ച് റൗണ്ട് അധികം ചെയ്തിട്ട് തിരിച്ച് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷ്യ എന്നുള്ള ചുറ്റിലും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ 1 2 3 4 5 6 7 8 9 10 10 റോ ചെയ്തിട്ടുണ്ട് കേട്ടോ. 10 റോ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ചെയിൻ 1 ചെയ്യുക. നമ്മൾ യാൺ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശേഷം യാൺ അങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഗ്രീൻ കളറിയാണ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ടൈലൻ്റ് എടുക്കാം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു യാണിനെ ഈ ബാക്ക് സൈഡിലേക്കൊന്ന് ആക്കി കൊടുക്കാം കേട്ടോ. ഇൻസേർട്ട് ചെയ്യാം. കുറച്ച് ടൈലിൻ്റെ അധികം എടുക്കുക. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം യാണോ ചെയ്ത് ഹുക്കിൻ്റെ മുകളിലേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യാം. എന്നിട്ട് തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈലിൻ്റെ എടുത്ത യാണും നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബാലൻസ് ഉള്ള യാണും ഇതിൻ്റെ കൂടെ തന്നെ ഒരുമിച്ച് പിടിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതാ അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചുറ്റിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ചുറ്റിലും നമ്മളിങ്ങനെ ഈ ഒരു ഗ്രീൻ കളറിയാണ് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ആണോ ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. 2 ലൂപ്പ് കിട്ടും. ഈ ഒരു ലൂപ്പിന് ഈ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം യാൺ വലിച്ച് ടൈറ്റ് ആക്കുക. ഈ യാണിനെ നമുക്ക് ബാക്ക് സൈഡിലേക്കൊന്ന് ഹൈഡാക്കി കൊടുക്കാം. ആദ്യം ഫ്രണ്ടിലേക്ക് എടുക്കുക. പിന്നെ ബാക്കിലേക്ക് തന്നെ എടുക്കുക. ഇതാ ബാലൻസ് വരുന്നതാണ് നമുക്ക് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ ഈ ഒരു ഗ്രീൻ കളറിയാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് ചെയ്യാനാണ്. സ്ലീവ് ചെയ്യാനായിട്ട് ഇതങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ ഈ ഒരു സെൻറ്ററിലേക്ക് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇവിടെ അല്ലേ നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇവിടേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യെല്ലോ കളറ് യാണ് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ടൈലൻ്റ് അധികം എടുക്കാം. എന്നിട്ട് ഈ ഒരു വിരലിനെ കൊണ്ട് ഇവിടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് യാണോ ചെയ്ത് ഹുക്കിന് മുകളിലേക്ക് വലിക്കുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ചുറ്റിലും ഓരോ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ 1 2 3 നെക്സ്റ്റ് ചെയിനിൽ 4 ഫിഫ്ത്ത് ചെയിനിൽ 5 6 7 8 9 10
10 സ്റ്റിച്ചാണ് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുക. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. 1 ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്തെടുക്കുക. സെക്കൻഡ് റൗണ്ടിലും നമുക്ക് 10 സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ കിട്ടുക. 3 4 5 6 7 8 9 10. വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇവിടെ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ട് ചെയ്ത് അവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. തേർഡ് റൗണ്ടിലും നമുക്ക് എല്ലാ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേൺ ചെയ്യുക. 2 3 4 5 6 7 8 9 10. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നോക്കാം. അതാ അപ്പോൾ നമുക്കിവിടെ സ്ലീവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 3 റൗണ്ടാണ് നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്ത് യാണ് കട്ട് ചെയ്യുക. യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചെയ്തപ്പോൾ തന്നെ ഈ യാണിനെ നമുക്കൊന്ന് ഫ്രണ്ടിലേക്കും അതിനുശേഷം ബാക്ക് സൈഡിലേക്കും എടുത്ത് കൊടുക്കുക. ബാലൻസ് വരുന്ന അധികം വരുന്ന യാണുണ്ടെങ്കിൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക കേട്ടോ. ഇനി നമ്മൾ ഗ്രീൻ കളർ യാണാണ് ആഡ് ചെയ്യുന്നത്. ഈ സെയിം സ്പേസിലേക്ക് തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് കുറച്ച് ടൈലിൻ്റെ അധികം എടുത്തിട്ട് ചെയിൻ 1 ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ എന്നുള്ള പാറ്റേണും ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 7 8 9 10. ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം. ചെയിൻ 1 ചെയ്യാം. യാണ് കട്ട് ചെയ്യാം. യാണ് വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു യാണിനെ ആദ്യം ഫ്രണ്ടിലേക്ക് എടുക്കുക. പിന്നെ ഉള്ളിലേക്ക് എടുത്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമുക്ക് അടുത്ത സ്ലീവും ചെയ്യാം. ഈ ഒരു യാണിനെ നമുക്ക് ഇങ്ങനെ ഉള്ളിലേക്കാക്കി കൊടുക്കാം. എന്നിട്ട് അധികം തൂങ്ങുന്നുണ്ടെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇങ്ങനെ യാൺസ് തൂങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഉള്ളിലേക്കാക്കി കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ടൈലറിൻ്റെ എടുത്തിട്ടുള്ള യാണാണ്. ഇവിടെ നമ്മളൊരു സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ ഇവിടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് യെല്ലോ കളർ യാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൈലിൻ്റെ അധികം എടുത്തിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക കേട്ടോ. ചെയിൻ 1 ചെയ്യുക. നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷേയിൽ നിങ്ങൾ സ്റ്റിച്ച് മാർക്കർ വെച്ചോളൂ കേട്ടോ. ഞാൻ നേരത്തെ വെച്ചിട്ടില്ല. ഇതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. നമുക്ക് ഇത് ഫസ്റ്റ് നമ്മളെ ഒന്നാമത്തെ സ്റ്റിച്ചാണ്. ഇനി സെക്കൻഡ് 1ൽ 2 ഈ ടൈലൻ്റ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചു കൊടുക്കാം കേട്ടോ. 2
3 4 5 6 7 8 9 10. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ സ്റ്റിച്ചിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക, അതിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം ചെയിൻ 1 ചെയ്യുക, സെയിം സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടി ചെയ്യുക. അതിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെക്കാം. വീണ്ടും സെക്കൻഡ് റൗണ്ടിലും നമ്മൾ 10 സ്റ്റിച്ച് തന്നെ വേണം, അങ്ങനെ 10 സ്റ്റിച്ച് കിട്ടും. അങ്ങനെ 3 റൗണ്ട് ചെയ്യുക. പിന്നെ ഈ ഒരു ഗ്രീൻ കളറിയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിനി ഫുൾ കാണിക്കുമ്പോൾ നമ്മൾ വീഡിയോ അധികം ലോങ് ആവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ അടിഭാഗം ചെയ്തു. 2 സ്ലീവിൽ ഇതുപോലെ നമ്മൾ ഗ്രീനും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അതിൻ്റെ നെക്കിൽ ഇതേപോലെ ഗ്രീൻ കളർ നെക്കിൻ്റെ പോർഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു എവിടെയെങ്കിലും ഈ നെക്കിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആക്കിയിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. കുറച്ച് ടൈലൻ്റ് അധികം എടുക്കുക, യാണോൾ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്ത് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സ്ലീപ്പ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. യാണോൾ ചെയ്യുക, പിന്നെ മുകളിലേക്ക് വലിക്കുക, 2 ലൂപ്പ് കിട്ടും. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് എടുക്കുക. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചുറ്റിലും നമുക്കിങ്ങനെ സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. നമുക്ക് യാൺ കട്ട് ചെയ്യാം. ശേഷം യാൺ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. ഈ ഒരു ആഡ് ചെയ്ത 2 യാണുണ്ടാവും, ടൈലൻറ്റും യാണും. ഈ ടൈലൻറ്റും അതുപോലെ നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു യാണും രണ്ടും നമുക്ക് ഉള്ളിലേക്ക് ഹൈഡാക്കി കൊടുക്കാം. അതുപോലെ ഈ യാണും എടുത്തിട്ട് ഉള്ളിലേക്ക് കേട്ടോ. നെയ്മറിൻ്റെ ജേഴ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 10 എഴുതി കൊടുക്കാം കേട്ടോ, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക്. നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളർ ആണുകൊണ്ടാണ് സൂചി നൂലിലും കോർത്തിട്ട് ഇവിടുന്ന് 1 2 3 തേർഡ് സ്റ്റെപ്പിൽ 3rd റൗണ്ടിലാണ് ഹുക്ക് ഇൻസേർട്ട്
അപ്പോൾ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു കീ ചെയിനിലേക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കീ ചെയിൻ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു റിങ് എടുത്തതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞത്. നമ്മൾ ജേഴ്സി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ സ്റ്റെപ്പും എഴുതി വെച്ച് ചെയ്യുക കേട്ടോ. ഫസ്റ്റ് റൗണ്ടിൽ ആദ്യം വീഡിയോ കാണുക, എന്നിട്ട് എഴുതി വെക്കുക, എന്നിട്ട് അത്രയും സ്റ്റിച്ചസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അതേപോലെ സെക്കൻഡ് റൗണ്ട് ചെയ്യാം. ഇങ്ങനെ ഓരോ റൗണ്ടും ചെയ്യാം. ഇതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു നെയ്മർ ഫാൻസ് ഉണ്ടെങ്കിൽ വേഗം ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്തോളൂ.